നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ഗൂഗിൾ ടെക് ട്രാവലിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി, കുലുക്കി സർബത്ത് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന്. ആ വീഡിയോക്ക് നല്ലൊരു റീച്ചാണ് ഉണ്ടായത്. ആ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ട് കുലുക്കി സർബത്തിന്റെ വേറെ ഫ്ലേവേഴ്സ് നിങ്ങൾക്ക് ട്രൈ ചെയ്തുകൂടാ എന്ന്. അപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നൊരു പുതിയ ഫ്ലേവർ ട്രൈ ചെയ്യാണ്. നമ്മൾ ആദ്യത്തെ വീഡിയോ കാണാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം, നിങ്ങൾ കയറി കാണുക. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ബൂസ്റ്റ് കൊണ്ടുള്ള കുലുക്കി സർബത്താണ്. ബൂസ്റ്റ് കുലുക്കി സർബത്ത് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. Every single day, I'm gonna make something great. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ബൂസ്റ്റ് കുലുക്കി സർബത്തിൽ എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളതെന്ന് നമുക്ക് നോക്കാം. അതിനായി നമുക്ക് ആവശ്യമുള്ളത് ബൂസ്റ്റ്, കസ്കസ്, ഷുഗർ സിറപ്പ്, ഐസ് ക്യൂബ്സ്, നാരങ്ങ, ചില്ലി. ഗ്രീൻ ചില്ലി ആണ് ഏറ്റവും ബെസ്റ്റ്. അപ്പൊ ഗ്രീൻ ചില്ലി, നീളമുള്ള ഗ്രീൻ ചില്ലി തന്നെ എടുക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബൂസ്റ്റ് നമ്മൾ അധികം സമയം പുറത്ത് വെക്കരുത്. ഉണ്ടാക്കാൻ സമയത്ത് മാത്രമേ എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ അത് കട്ട പിടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അത് എനിക്ക് സംഭവിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഷുഗർ സിറപ്പും കസ്കസും ഒക്കെ റെഡിയാക്കുന്ന വിധം നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കാണാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവിടെ പോയി കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അത് കഴിഞ്ഞ് നമ്മളിത് ഉണ്ടാക്കുന്നത് നോക്കുകയാണെങ്കിൽ ആദ്യം കുറച്ച് ഗ്ലാസ്സിലേക്ക് നമ്മൾ കുറച്ച് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി അതിലേക്ക് നമുക്ക് ഒരു നാരങ്ങ ആഡ് ചെയ്യാം. നാരങ്ങയുടെ പുളിയും നിങ്ങളുടെ കയ്യിലുള്ള നാരങ്ങയുടെ പുളിയുടെ അനുസരിച്ച് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ, അധികമാവരുത്. അത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ നാരങ്ങ, ആ ഒരു പീസ് അതിലേക്ക് തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ട, അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അടുത്തതായി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഗ്രീൻ ചില്ലിയാണ്. ഗ്രീൻ ചില്ലി നടുവിലൂടെ കട്ട് ചെയ്ത് ഗ്രീൻ ചില്ലിയാണ് നമ്മൾ അതിലേക്ക് ഇടുന്നത്. ഇനി അതിലേക്ക് കുറച്ച് കസ്കസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ അതിലേക്ക് നമുക്ക് കുറച്ച് തണുത്ത വെള്ളവും ആഡ് ചെയ്ത് കൊടുക്കാം. ഐസ് ക്യൂബ്സ് മെൽറ്റ് ചെയ്ത വാട്ടർ ഉണ്ടെങ്കിൽ അതും നല്ലതാണ്. അപ്പോൾ നമ്മളൊരു 2 മിനിറ്റ് നേരത്തെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഐസ് ക്യൂബ്സ് തന്നെ മെൽറ്റ്, അതിൽ നിന്നും കുറച്ച് വെള്ളം കിട്ടും. ഫൈനലി നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ബൂസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒത്തിരി നേരത്തെ എടുത്ത് വെച്ചതുകൊണ്ട് എൻ്റെ ബൂസ്റ്റ് ഒരല്പം കട്ടിയായി പോയിരുന്നു. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക, കട്ട പിടിക്കാതെ നോക്കുക. ആ സമയത്ത് മാത്രം ബൂസ്റ്റ് പുറത്തേക്ക് എടുക്കുക. എടുത്തതിന് ശേഷം അതുപോലെ തന്നെ ആ ബൂസ്റ്റിന്റെ ബോട്ടിൽ നന്നായി ടൈറ്റ് ചെയ്ത് അടച്ചു വയ്ക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിനെ നന്നായി ഒന്ന് കുലുക്കാം.
സ്വാദിഷ്ടമായ നമ്മളെ കുലുക്കി സർബത്ത്, ബൂസ്റ്റ് കുലുക്കി സർബത്ത് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ആ ഒരു കളർ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറാണ്, നല്ല എമ്മി സൂപ്പർ ടേസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ ടേസ്റ്റ് ആണ്. കഴിച്ചു നോക്കുമ്പോൾ ആ ഒരു ബൂസ്റ്റിന്റെ ഫ്ലേവറും ആ മധുരവും നാരങ്ങയുടെ പുളിയും എല്ലാം കസ്കസും എല്ലാം നല്ല ടേസ്റ്റ് സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ സാധനമാണ്. അപ്പോ ബൂസ്റ്റ് കുലുക്കി സർബത്ത് എല്ലാ സുഹൃത്തുക്കൾക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും മറ്റൊരു അധ്യായമായി കാണുന്നതായിരിക്കും. ബൈ.